ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന് DGPയുടെ റിപ്പോർട്ട്. വിവരങ്ങളുമായി VS അനു ചേരുന്നുണ്ട്. അനു, DGPയുടെ റിപ്പോർട്ടിൽ വീഴ്ച പറ്റിയെന്നത് വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശബരിമല ട്രാക്ടർ യാത്രാ വിവാദം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ADGP MR അജിത്കുമാർ പറ്റിയതെന്നാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറി വിശ്വാസ് സിൻഹയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് പ്രകാരം ഒരു ഉദ്യോഗസ്ഥന്, പ്രത്യേകിച്ച് ശബരിമല ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു MR അജിത്കുമാർ. അദ്ദേഹത്തിന് അങ്ങനെ 2012 മുതൽ തന്നെ ഇവിടെ ഈ തരത്തിലുള്ള യാത്രാ നിരോധനം, ട്രാക്ടറിൽ മനുഷ്യരെ കൊണ്ടുപോകുന്നത് തടഞ്ഞിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് യാത്ര നടത്തിയത് വീഴ്ചയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനും ഇത്തരത്തിൽ ഇത്തരം ഒരു വീഴ്ച ആവർത്തിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീഴ്ച സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി ഇത് സംബന്ധിച്ച് പത്തനംതിട്ട SP യോടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനോടും റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. സ്വാഭാവികമായും ഈ DGPയുടെ ഈ അന്വേഷണ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടും അത് ഹൈക്കോടതിക്ക് കൈമാറും. അതേസമയം താൻ ട്രാക്ടറിൽ കയറാനിടയായ സാഹചര്യം സംബന്ധിച്ച് അജിത് കുമാർ DGPക്ക് ഒരു വിശദീകരണം നൽകിയിരുന്നു. അതിങ്ങനെയാണ്. അതായത് അദ്ദേഹം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര പോകുന്നതിനിടെ അദ്ദേഹത്തിന് കാലിൽ വേദന ഉണ്ടായിരുന്നു, കാൽവേദന ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു ട്രാക്ടർ വരുന്നതെന്നും അതിൽ താൻ കയറി പോയി ാണ് അജിത് കുമാർ നൽകിയ വിശദീകരണം. പക്ഷേ ആ വിശദീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ട്രാക്ടറുമായി പമ്പയിലെത്തുന്നതും അജിത് കുമാറിനെയും അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ളവരെ സന്നിധാനത്തേക്കും തിരികെയും കൊണ്ടുവന്നിട്ടുള്ളത്. ഇക്കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. നിശ്ചിതമായ വിമർശനം കോടതി ഇക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്തു. ഏതായാലും അജിത് കുമാറിന് വീഴ്ച പറ്റി എന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു.